സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് തന്നെയാണ്. പാർട്ട്ണർ എന്താണ് അതായത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ഒരു ബന്ധവും, ആ രണ്ട് ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധം, പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും തന്നെയാകാം, ഇനി വരുന്നത് ഫ്യൂച്ചർ ആണ് വരുന്നത് കേട്ടോ. പാസ്റ്റ് പ്രസൻറ്റ് ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. കാരണം ഒരു പക്ഷേ അത് കഴിഞ്ഞു പോയതായിരിക്കാം, ചിലർക്ക് ഇപ്പോൾ നടന്ന് ഇരിക്കുന്നതായിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ ഇത് ജനറൽ ട്രേഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ടൈംലെസ് ആണ്, എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാർഡ്സ് നോക്കട്ടെ. അപ്പോൾ പിന്നെ പാസ്റ്റ് ഓർ പ്രസൻറ്റ്, പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാകാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കാർഡ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻസ് ആണ്. അതായത് ഡിഫെൻസീവ് ആൻഡ് അസർട്ടീവ് ലവ് എന്നാണ്. എപ്പോൾ നോക്കിയാലും ഒരുതരം ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഒരു മൂഡ് ഓഫ് ആകുന്നതും, അവിടെ ചില വാക്ക് തർക്കങ്ങൾ വരുന്നതും, എന്ത് പറഞ്ഞാലും ശരി അവസാനം അത് പിരിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിനെയാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അതിനെ ഓവർകം ചെയ്തുകൊണ്ടും മൂവിങ് ഫോർവേഡ്, നമ്മളെ സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ട് നടന്നിരുന്നു കുറച്ചു കാലം എന്നാണ് കാണിക്കുന്നത്. ഇതൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചാലഞ്ചിങ് ആൻഡ് കാർമിക് ലവ് ആണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ വരുന്നത് എന്നാണ്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ബ്ലോക്ക്ഡ് ആൻഡ് വിക്ടിമൈസ്ഡ് ലവ് ആണ്, 8 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ പലപ്പോഴും ബ്ലോക്ക് ചെയ്ത് പോകുക, ഒരു രക്തസാക്ഷിയെ പോലെ. കാരണം വെച്ചാൽ എല്ലാം ഒരാളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുക, നമ്മളുടെ വാക്കുകൾക്ക് വരെയില്ലാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കാതിരിക്കുക, എന്തോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ ബ്ലോക്ക് ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരിക, കുറച്ച് കാലം വരികയും പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, അതായത് ബ്രേക്കപ്പ്, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്റ്റ്, പിന്നെ തീരെ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മളിതെല്ലാം സഹിക്കാനുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അല്ലെങ്കിൽ അവർ. ആരായാലും അവർക്ക് ഭയങ്കര ഈഗോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നിട്ടും അതിനെ ഈ ചലഞ്ചിങ് ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ മുറുകെ പിടിച്ചതായിട്ടും കാണുന്നു എന്നാണ്. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടോ താല്പര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പരമാവധി സഹനശക്തി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിന് എന്താണ് ക്ലാരിറ്റി, കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഡിസോണസ്റ്റി വരുന്നുണ്ട് ഇവിടെ. ബൈ ലൈൻ ഐ റിപ്ഡ് അസ് അപ്പാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഡിസോണസ്റ്റ് ആണ്, വിശ്വാസക്കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഈഗോ വന്നിട്ടുണ്ട്. ഞാൻ കാർഡ് മൊത്തം കാണിക്കുന്നില്ല, ഇത്ര കാണിക്കുള്ളൂ. അപ്പോൾ ഈഗോയും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈഗോ ഉള്ള ഒരു വ്യക്തി ആണ് എന്ന്. അപ്പം നമ്മൾക്കിത് കാർമിക് ലൈഫ് അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ, കാർമിക് സൈക്കിൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ചില പാഠങ്ങൾ, ചില കാര്യങ്ങൾ പഠിക്കാനും നമ്മളുടെ സോളിനെ ക്ലിയറായി ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കേണ്ടി വരുന്നു എനിക്ക്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് ഒരാൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ
ഏസ് ഓഫ് വാൻസ് ആണ്. അപ്പം നല്ല ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുകൂടി നമുക്ക് ഈ കാർഡ് കൊണ്ട് നമുക്ക് പറയാനുണ്ട്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. പ്രോമിസിങ് ആൻഡ് സെക്യൂർഡ് ലവ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഒരു പിന്നെ എന്താ പറയുക, ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കി നല്ല രീതിയിലുള്ള ആ ഒരു സ്നേഹം കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഫെയർ ആൻഡ് ഡിസേർവിങ് ലവ് എന്നാണ്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ, അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞ് അത് തീർത്ത് വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കാൻ ഉള്ള ആ ഒരവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ വളരെയധികം പിന്നെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ ഇനിയും എടുത്തു ചാടണോ, ഇനിയും വന്നാലും ഇതേമാതിരിയുള്ള ചില വിഷമങ്ങൾ എൻ്റെ ലൈഫിൽ വരുമോ എന്നുള്ള വിഷമവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വളരെയധികം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം എടുത്തു വെച്ച കുറേ പണികളുണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു ബന്ധത്തിലാണ് എങ്കിൽ പോലും അവിടെ കൊടുത്തിരിക്കുന്ന ആ എഫേർട്ട് ചെറുതായിരുന്നില്ല. ആ എഫേർട്ട് ഞാൻ ഇനിയും ഇടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമോ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഡോണ്ട് വറി. കാരണം അവിടെ ഒരു പിന്നെ സിൻസിയറായിട്ടുള്ള വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണ്. അതായത് ഒരു വിവാഹം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ 4 പേർ അറിഞ്ഞുകൊണ്ടുള്ള, അല്ലെ ഫാമിലിയൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള, പിന്നെ വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ്, അതേമാതിരിയുള്ള ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലവ് ആണ് വരാൻ പോകുന്നത്. അത് നിങ്ങളൊരു എംപ്രസിനെ പോലെയാണ് എന്നാണ്. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ പാസ്റ്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബന്ധം ആണെങ്കിൽ നിങ്ങൾ അവിടെ വളരെയധികം യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരു വാല്യൂവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ പുതിയ ആ ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു എംപ്രസിൻ്റെ ആ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോളോവിങ് ഹേർട്ട് ആൻഡ് ഡിസൈറിങ് ലവ് എന്നാണ്. വളരെ അധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ഉള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിനുവേണ്ടി ഡിവൈൻ നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വരുന്നു. നമ്മളിന്നൊരു 1 കാർഡ് കൊണ്ട്, ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേയിൽ ഒരു കാർഡ് കൊണ്ട് നമ്മളിന്ന് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് പിന്നെ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ട, വരാൻ പോകുന്നതിനെക്കുറിച്ച് സന്തോഷിക്കൂ എന്നാണ് അതിനകത്തുള്ള കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫോളോവിങ് ഹേർട്ട് ആൻഡ് ഡിസൈറിങ് ലവ്. അപ്പോൾ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലിഷ്ഡ് ലവ് എന്നാണ്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. 4 ഓഫ് കപ്സ്, വാൻസ് എന്ന് പറഞ്ഞാൽ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ്. അപ്പം കഴിഞ്ഞു പോയ ആ ബന്ധത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നു എങ്കിൽ അതിനെ വിട്ട് കളയാനുള്ള മനസ്സ് കാണിക്കുക. കാരണം അത് കാർമിക്ക് പിന്നെ ലവ് ആണ്, അത് നിങ്ങളുടേതല്ല, അത് മനസ്സിലാക്കുക. പാസ്റ്റ് ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഈ ജന്മത്തിൽ ഒരു കടം പോലെ കടന്നിരുന്നു. അത് നമ്മൾ തീർക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിരുന്നു. അതിന് നമ്മൾ നിന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. അതൊക്കെ ഡിവൈൻ്റെ പദ്ധതിയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളും അതിനകത്ത് വെറും ഒരു ഉപകരണമായിട്ട് അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടേത് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ടുള്ള, നമ്മൾക്ക് വേണ്ടി ഉള്ള ആ ഒരു സ്നേഹം, വെൻഡൻസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം ഈശ്വരൻ കരുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരാൻ പോകുന്നു. അധിക താമസമില്ല എന്നാണ് നമുക്ക് ഇന്നത്തെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.